ജൂൺ 8. മലയാളികൾ എത്തിപ്പെടാത്ത ഒരിടവും ലോകത്തിൽ ഇല്ല എന്നാണ് പൊതുവെ ധാരണ. 1960 അമേരിക്കക്കാരായ 3 വിദ്വാൻമാർ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ ആ വാർത്ത കേട്ട് ലോകം ധരിച്ചു നിന്നു വിസ്മയത്തിന്റെ അടിസ്ഥാനത്തിൽ. അമേരിക്കക്കാരായ 3 വിദ്വാൻമാർ ചന്ദ്രനിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി തിരിച്ച് ആ വാഹനത്തിൽ കയറുന്ന സമയത്ത് പുറത്തുനിന്ന് ആരോ പറയുന്നതായിട്ട് കേട്ടു, സാറേ ചായ കുടിച്ചിട്ട് പോവാം. ഒരു ഹാസ്യഭാവന ആരുടെയോ മനസ്സിൽ തോന്നിയതായിരിക്കാം എന്ന് വിചാരിച്ചു. അതിനു മുമ്പ് മലയാളികൾ ചന്ദ്രനിലുണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? ഒരു ഹാസ്യഭാവന, ചാടിച്ചിട്ട് പോവാ, തൃശ്ശൂക്കാരായി കാണണം, അതാണ് മലയാളികൾ. എന്നാൽ മലയാളികൾ എത്തിപ്പെടാത്ത ഒരു സ്ഥലമുണ്ടായിരുന്നു, സ്വർലോകം. ഹിമാലയത്തിലും മലയാളികൾ എത്തിപ്പെട്ടിട്ടുണ്ട്, പക്ഷേ സ്വർഗത്തിൽ മലയാളികൾ എത്തിപ്പെട്ടതായിട്ട് പ്രഖ്യാപിതമായിരുന്നില്ല ഇതുവരെ. 1986 ഫെബ്രുവരി മാസത്തിലാണ് അത് തിരുത്തി കുറിച്ചത്. പുണ്യശ്ലോകനായ ജോൺ പോൾ മാർപ്പാപ്പ കോട്ടയത്ത് വെച്ചാണ് അത് നടത്തിയത്. ആ സത്യം തിരുത്തി മലയാളികളായ 2 പേർ സ്വർഗത്തിലെത്തിയിട്ടുണ്ടെന്ന് ഔപചാരികമായ സഭ അന്ന് പ്രഖ്യാപിച്ചു. ഒരു അച്ഛനും ഒരു കന്യാസ്ത്രീയും. ആ അച്ഛന്റെ പേരാണ് ചാവറ പിതാവ്, ആ കന്യാസ്ത്രീയുടെ പേരാണ് അൽഫോൻസമ്മ. 14 വർഷം കഴിഞ്ഞിട്ട് 2000 ഏപ്രിൽ 9 സാർവത്രിക സഭയുടെ പരമാധ്യക്ഷൻ അതേ മാർപ്പാപ്പ തന്നെ, ജോൺ പോൾ മാർപ്പാപ്പ, വത്തിക്കാനിൽ വെച്ച് പറഞ്ഞു, ഇതാ 3ാമതൊരു മലയാളി സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അതാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. ആ മറിയം ത്രേസ്യ അമ്മയുടെ 9ാമത്തെ തിരുനാൾ ആഘോഷമാണ് ഇന്ന്. സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്ന ഔപചാരികമായ പ്രഖ്യാപനത്തിലെ 9ാമത്തെ വാർഷികം. നമ്മുടെ അയൽ ഗ്രാമമായ പുത്തഞ്ചിറയിലെ 1876 ഏപ്രിൽ മാസം 29 ചിറമേൽ മങ്കുടിയാൻ തോമ താണ്ട ദമ്പതികളുടെ മകളായിട്ട് ആ പെൺകുട്ടി ജനിച്ചു വീണത്. ത്രേസ്യ എന്നായിരുന്നു മാമോസയിൽ ആ പെൺകുട്ടിക്ക് കൊടുത്ത പേര്. തീർത്തും ദാരിദ്ര്യത്തിന്റെ നടുവിലാണ് ആ കുട്ടി ജനിച്ചതും വളർന്നതും. എന്നല്ല, സാധാരണ മലയാളികൾക്ക് അർദ്ധപ്പട്ടിണിയായിരുന്നു അന്ന് കേരളത്തിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യമാണത്. ഈ കുട്ടിയുടെ വീട്ടിൽ കഞ്ഞു കുടിക്കാൻ പോലും വകയില്ല. ആ സ്ഥിതിവിശേഷത്തിലാണ് ആ പെൺകുട്ടി ജനിച്ചു വളർന്നത്. തോമയ്ക്കും താണ്ടയ്ക്കും ആ ദരിദ്രമായ ഒരു ചുറ്റുപാടായിരുന്നു അന്ന്. ഈ പെൺകുട്ടി വളർന്നു. സാധാരണ രീതിയിൽ ആർഭാട ജീവിതത്തിന് യാതൊരു മതിപ്പും ആ പെൺകുട്ടിക്കുണ്ടായില്ല. സാഹചര്യം കൂടി ആയിരിക്കാം ആ പെൺകുട്ടിയെ അങ്ങനെ പ്രേരിപ്പിച്ചു കാണാൻ. ആർഭാടത്തിനൊരു വകുപ്പുമില്ല. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ചെറുപ്പം മുതൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരു അടക്കവും ഒതുക്കവും ഉള്ള ഒരു പെൺകുട്ടി. സഹനം എവിടെയുണ്ടോ അതിനെ തള്ളിക്കളയാതെ അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു പെൺകുട്ടി. പഠിക്കുന്നതിന് വേണ്ടി അന്ന് ഇന്നത്തെ മാതിരി കലാലയങ്ങളൊന്നുമില്ല. ആശാൻ കളരിയിൽ നടന്നുപോയി പഠിക്കും. സാധാരണ രീതിയിൽ അന്ന് ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. ആ പെൺകുട്ടി സ്ത്രീത്വത്തിന്റെ ആ പുഷ്കലത്വത്തിലേക്ക് വിടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. വയസ്സ് 15. ആ പെൺകുട്ടിയുടെ മനസ്സിൽ വളരെ ശക്തമായ ഒരു പ്രേരണ. സാധാരണ പെൺകുട്ടികൾക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു പ്രേരണയല്ല കുടുംബജീവിതവും വിവാഹ ജീവിതവും. അതൊക്കെയാണ് സ്വപ്നം കാണുന്ന പ്രായമായി തുടങ്ങുന്നത്. എന്നാൽ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ അതിശക്തമായ ഒരു പ്രേരണ, താപസ ജീവിതം നയിക്കണം, അതിനു പറ്റിയ സന്യാസം കണ്ടെത്തണം. സാധാരണ ഒരു ഉഴപ്പ് സന്യാസമല്ല പെൺകുട്ടിയുടെ മനസ്സിലെ. താപസ ജീവിതം നയിക്കാൻ പറ്റിയ ഒരു സന്യാസം കണ്ടെത്തണം. അതിന് അന്ന് മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി. പക്ഷേ ഒരു വലിയ കടമ്പ, ഒരു വലിയ നിബന്ധന. അന്നത്തെ സന്യാസ ഭവനങ്ങളിലെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾ അന്നില്ല. അന്ന് അവർക്ക് ഉപജീവനത്തിന് വേണ്ടി മറ്റു മാർഗങ്ങളില്ല. ഇന്നുള്ള വിഭവങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സഭ അന്ന് ഒരു ഏർപ്പാട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി നിശ്ചയിച്ചിരുന്നു. അതിന്റെ പേരാണ് പത്രമേനി. ഈ പെൺകുട്ടി സന്യാസത്തിലേക്ക് പ്രവേശിക്കണമെന്ന് വരികില് ഒരു വലിയ നിബന്ധനയുണ്ടായിരുന്നു, പത്രമേനി കൊടുക്കണം. അതിനായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന തുക 150 രൂപയാണ്. ഒരു തരത്തിലും 150 രൂപ എടുക്കാവുന്ന ഒരു ചുറ്റുപാടല്ല പെൺകുട്ടിക്ക് അന്ന് വീട്ടിലുണ്ടായിരുന്നത്. അന്ന് 1 പവൻ സ്വർണത്തിന്
അദ്ദേഹത്തിന് 15 രൂപ പോലും ഇല്ല എന്ന് ഓർക്കണം. അങ്ങനെ 150 രൂപ അന്ന് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവനയിൽ പോലും പോകാൻ സാധിക്കാത്ത ഭീമമായ ഒരു തുകയായിരുന്നു അന്ന് 150 രൂപ. ഒരു തരത്തിലും നിവൃത്തിയില്ല. ആ പെൺകുട്ടി തിരിച്ചു വന്നു. വീണ്ടും ചിന്തിച്ചു, താപസ ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു സന്യാസം എനിക്ക് വേണം. ഒരു ആശയം തലയിൽ വന്നു. ആ പെൺകുട്ടിയുടെ അമ്മ താണ്ടയുടെ ഒരു സഹോദരൻ കഞ്ഞു കുടിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലുണ്ട്. കാലടിക്കടുത്ത താമസം. ഈ പെൺകുട്ടിയുടെ അമ്മാവനാണത്. അതുകൊണ്ട് അച്ഛന്റെ അടുത്തേക്കൊന്ന് പോകാം ഈ ആവശ്യമായിട്ട്. തനിച്ചു പോകാൻ നാട്ടുകാരെന്ത് പറയുമെന്ന് വിചാരിച്ച് സഹോദരിയും കൂട്ടി ആങ്ങളും പെങ്ങളും കൂടിയിട്ട് പോയി അച്ഛന്റെ അടുത്തേക്ക്, അമ്മാവന്റെ അടുത്തേക്ക്, അല്പം കഞ്ഞു കുടിക്കാവുന്ന ഒരു ചുറ്റുപാടുള്ള അമ്മാവന്റെ അടുത്തേക്ക്. അമ്മാവനോട് പെൺകുട്ടി കാര്യം പറഞ്ഞു. എന്തോ സംഗതി വശാല് അമ്മാവൻ അതിന് സമ്മതിച്ചില്ല. 150 രൂപ തരപ്പെടുത്താൻ അമ്മാവൻ തയ്യാറായില്ല. ഇല്ലാഞ്ഞിട്ടാണോ അതോ ഉണ്ടായിട്ട് കൊടുക്കാഞ്ഞിട്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ. പെൺകുട്ടി തിരിച്ചു വന്നു. പെൺകുട്ടിയുടെ ഉള്ളിൽ വലിയ അഭിനിവേശം. കടത്തിൽ പോകാൻ സാധിക്കുന്നില്ല. വേറൊരു മാർഗവുമില്ല. എന്തോ നാട്ടുകാരുടെ ചിലരുടെ സഹായത്താല് ആ മുറ്റത്ത് തന്നെ ചെറിയൊരു മറയുണ്ടാക്കി പെൺകുട്ടി അവിടെ താമസിക്കാൻ തുടങ്ങി. വീടിനോടനുബന്ധിച്ച് തന്നെ. അവിടെ താമസിക്കുന്ന അവസരത്തില് ആ പെൺകുട്ടിക്ക് ഒരാശയം. അവൾ ഒരു ദിവസം നോക്കിയപ്പോണ്ട് വീട്ടിൽ നിന്ന് നോക്കിയപ്പോ അകലെ ഒരു കുന്ന്, വലിയൊരു കുന്ന്. ഇന്ന് കനകമല എന്നറിയുന്ന കുന്നാണത്. അവൾക്ക് തോന്നി അത് വലിയ ഘോരവനമാണ്, അത് വലിയ കാടാണത്. മഠത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. ഐഡിയ. അവൾ വിചാരിച്ചു, എന്നാ കാട്ടിപ്പോകാം, ദാ കാണുന്ന മലയിലേക്ക് പോകണം. അവൾ തീരുമാനിച്ചു. ഒരു യുവതി കാട്ടിപ്പോകാൻ തീരുമാനിക്കുക ഈ പുത്തൻചിറയില്. അവള് വർഷങ്ങൾ കഴിഞ്ഞു. ഇതിന്റെ ഇടയില് അവള് കാട്ടിപ്പോയിട്ട് സ്വയമായിട്ട് തനിച്ച് വനവാസം നിർവഹിക്കാൻ വേണ്ടി അവളെ തന്നെ പരിശീലിപ്പിക്കുക. എങ്ങനെ? ഭക്ഷണ രീതിയിലാണ് അവൾ ആദ്യം പരീക്ഷണം നടത്തിയത്. കാട്ടിൽ കിട്ടാവുന്ന ഖനികളും ഇലകളും മാത്രം ഭക്ഷിക്കാൻ തുടങ്ങി. പരിശീലിപ്പിക്കുക അവളെ വനവാസത്തിന് വേണ്ടി പോകാൻ. അവൾ ഏതാനും ദിവസങ്ങൾ അങ്ങനെ പരിശീലിച്ചു. കാര്യം നടക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. ഇലകളും കായ്കനികളും മാത്രമേ ഭക്ഷിക്കുള്ളൂ. അവൾ തീരുമാനിച്ചു. പക്ഷെ ആരോടും പങ്കുവെച്ചില്ല. ഇന്ന് രാത്രി പാതിരയോടുകൂടി ആരും അറിയാതെ കാട്ടിലേക്ക് ഒളിച്ചോടണം. നമ്മുടെ പുത്തൻചിറ ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയുടെ ചിന്ത പോയ പോക്ക് കണ്ടു. തനിച്ചോടണം കാട്ടിലേക്ക്. രാത്രി. പകല് പോയ മറ്റുള്ളവർ വിശകുണ്ടാക്കും. അതുകൊണ്ട് രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്ത് പോകണമെന്ന് വിചാരിച്ച് അവൾ പതിവ് പോലെ കിടന്നു. ഉറക്കം വരുന്നില്ല. അവൾ വിചാരിച്ച സമയത്ത് അവൾ എഴുന്നേൽക്കാൻ നോക്കുന്നു. പക്ഷെ സാധിക്കുന്നില്ല. അവൾക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ആരോ പിടിച്ച് അമർത്തി അവളെ ആ പായയിൽ തന്നെ കെടുത്തുന്ന മാതിരി. എത്ര പരിശ്രമിച്ചിട്ടും അവൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അവൾ ശ്രദ്ധിച്ചപ്പോ ഒരു സ്വരം അവളുടെ മനസ്സിലെ കേൾക്കുന്ന മാതിരി തോന്നുക. മകളെ, നീ തനിച്ചു കാട്ടിപ്പോണ്ട, നീ ഇപ്പൊ തനിച്ചു കാട്ടിപ്പോണ്ട. ആരോ അവളോട് പറയണ മാതിരി. അവൾക്ക് നിവൃത്തിയില്ല. അവൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അവൾ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. കാട്ടിപ്പോക്ക് ഉപേക്ഷിച്ചു. അവൾ വീണ്ടും ആ താമസ ജീവിതം വീട്ടിൽ തന്നെ തുടങ്ങി. ആ അവസരത്തിലാണ് അപ്പോഴേക്കും അവൾക്ക് 10-20 വയസ്സ് കഴിഞ്ഞു. 1902 പുത്തൻചിറ ഇടവകയിലേക്ക് പുതുതായിട്ട് ഒരു വികാരി അച്ഛൻ കടന്നു വരുന്നു. ജോൺ മേനാച്ചേരി പിതാവാണ് ആ വികാരി അച്ഛൻ നിയമിച്ചത്. തൃശൂർ രൂപതയുടെ മെത്രാനായിരുന്നു ജോൺ മേനാച്ചേരി അന്ന്. ആ വികാരിച്ചന്റെ പേരാണ് ജോസഫ് വിധേയത്തിൽ. അദ്ദേഹം സീറോ മലബാർ സഭയുടെ അത്യുന്നത കർദിനാളും മേജർ ആർച്ച് ബിഷപ്പും ആയിട്ടുള്ള നമ്മുടെ അഭിവന്യ വർക്കി പിതാവിന്റെ കുടുംബാംഗമാണ്. അതേ കുടുംബം ജോസഫ് വിധേയത്തിൽ. ആ അച്ഛനെയാണ് പുത്തൻചിറയിലേക്ക് പിതാവ് വികാരിയായിട്ട് 1902 അയക്കുന്നത്. നല്ലൊരു അച്ഛൻ, സമ്പ്രദായമുള്ളൊരു അച്ഛൻ, തമ്പ്രാനിൽ വിശ്വസിക്കുന്ന ഒരു അച്ഛൻ. ആ അച്ഛൻ ഇടവകയിൽ വന്നു. അന്ന് വലിയ ഒരു സമൂഹമല്ല ക്രൈസ്തവ സമൂഹം. ഉള്ളവരെയൊക്കെ വീട്ടിൽ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി ഇടവകയിൽ ഒരു വാർഷിക ധ്യാനം നടത്തണം. തീരുമാനിച്ചു. അന്ന് പേര് കേട്ടിട്ടുള്ള വാർഷിക ധ്യാനത്തിന് പേര് കേട്ടുള്ള അച്ഛന്മാരെ അദ്ദേഹം തരപ്പെടുത്തി. പുത്തൻചിറ ഇടവക ദേവാലയത്തിൽ വാർഷിക ധ്യാനം നടക്കുകയാണ്. അത് നടക്കുന്നത് 1902. ഈ വാർഷിക ധ്യാനത്തില് വീട്ടിന്റെ മുറ്റത്ത് താപസ ജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ പെൺകുട്ടി, യുവതിയായിട്ടുള്ള പെൺകുട്ടിയും വാർഷിക ധ്യാനത്തിൽ സംബന്ധിക്കുന്നു. വികാരിയച്ഛൻ മറ്റെല്ലാവരെയും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവളെയും ശ്രദ്ധിച്ചു. കുറച്ച് പേരല്ലേ ഉള്ളൂ. മാർത്തോമാ തീർത്ഥ കേന്ദ്രത്തിലെ പള്ളിയിൽ വരുന്ന ആളുകളെ പോലെ അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു അന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചു. ഇവളുടെ പെരുമാറ്റത്തിൽ ഒരു പ്രത്യേകത, ധ്യാനത്തിൽ സംബന്ധിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേകത, പ്രാർത്ഥനയിൽ ഒരു പ്രത്യേകത, ഇവിടെ ആകമാനമുള്ള ഒരു വ്യാപാരത്തിൽ ഒരു പ്രത്യേകത അച്ഛൻ
ശ്രദ്ധിച്ചു. അച്ഛൻ ആ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചു. ശരിയാണ്, ദൈവത്തിന്റെ എന്തോ ഇടപെടൽ ഈ പെൺകുട്ടിയിലുണ്ട് എന്ന് അച്ഛനെ ഒരു വിചാരം. സാധാരണ പെൺകുട്ടികളെ പോലെ അല്ല, ആ പ്രായത്തില് ആ പെൺകുട്ടികളെ പോലെ അല്ല ഇവളുടെ പെരുമാറ്റം. വീണ്ടും ശ്രദ്ധിച്ചു. എന്നല്ല, വികാരി അച്ഛൻ ഒരു പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങി. ഈ പെൺകുട്ടിയെ പറ്റിയുള്ള ഓരോ ദിവസത്തിലും ഉണ്ടാകുന്ന സംഭവങ്ങള് ഡേറ്റ്, തീയതി വെച്ചിട്ട് എഴുതാൻ തുടങ്ങി. അച്ഛന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങള് പെൺകുട്ടി ഈ അച്ഛനെ കുമ്പസാരക്കാരനായിട്ട് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ആധ്യാത്മിക പിതാവായി തീർന്നു ഈ അച്ഛൻ ഈ പെൺകുട്ടിയുടെ. കൂടുതൽ ആത്മബന്ധങ്ങളായി. വർഷങ്ങൾ കഴിഞ്ഞു. ആ അവസരത്തിലാണ് പിതാവ് ജോൺ മെനാച്ചേരി പിതാവ് അജപാലന സന്ദർശനത്തിന് വേണ്ടി പുത്തൻചിറ പള്ളിയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ പറ്റിയിട്ട് വികാരി അച്ഛൻ പിതാവിനോട് പറഞ്ഞു, ഇങ്ങനൊരു പെൺകുട്ടിയുണ്ട് ഇടവകയില്. എനിക്ക് തോന്നുന്നു അവള് ഒരു പ്രത്യേക ഒരു പെൺകുട്ടി, വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പെൺകുട്ടി. ആകാരത്തിലും സൗന്ദര്യത്തിലും അല്ല, അവളുടെ സ്വഭാവത്തിലും പ്രകൃതിയിലും വലിയ വ്യത്യാസം. പിതാവ് ശ്രദ്ധിച്ചു. അവളെ വിളിച്ചു വരുത്തി. പിതാവിനും ബോധ്യമായി എന്തോ പ്രകടമായ രീതിയിലെ ഒരു വ്യത്യാസം ഈ പെൺകുട്ടിയിലുണ്ട്. പിതാവ് നേരിട്ട് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. 150 രൂപ പത്രമേനി എന്നുള്ള ആ നിബന്ധന പിതാവിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് നീക്കം ചെയ്യുന്നു. ആ പെൺകുട്ടിയെ അന്നുള്ള ഒല്ലൂർ സെന്റ് മേരീസ് കർമ്മലീത്ത മഠം, അതേ അന്നുള്ളൂ. മറ്റൊരു മഠം അമ്പഴക്കാട് ഒരു മഠം കർമ്മലീത്ത മഠമുണ്ട്. പക്ഷെ ഈ പെൺകുട്ടിയെ അയച്ചത് ഒല്ലൂർ കർമ്മലീത്ത മഠത്തിലായിരുന്നു. അത് 1912 കാലങ്ങൾ കഴിഞ്ഞു പോകുന്നു. പത്രമേനിയില്ലാതെ ആ പെൺകുട്ടിയെ മഠത്തിൽ ചേർക്കുന്നു. പിതാവ് നേരിട്ട് ഇടപെട്ടുണ്ട്. അന്ന് ആ മഠത്തിന്റെ നവസന്യാസികളെ ഗുരുത്തി അമ്മ, പിന്നീട് വാഴ്ത്തപ്പെട്ടവളായ എബ്രാസിമ്മിയായിരുന്നു അന്ന്. ആ ഒല്ലൂർ മഠത്തിലെ ഗുരുത്തിയമ്മ എബ്രാസിമ്മിയായിരുന്നു. എബ്രാസിമ്മിയുടെ കീഴിലാണ് ഈ പെൺകുട്ടി മഠത്തിൽ ചേരുന്നത്. 2 മാസേ അവിടെ നിന്നുള്ള മഠത്തിലെ. അവൾക്ക് തൃപ്തിയില്ല. മനസ്സിനെ ആ മുഴുവനും വാങ്ങേണ്ട തൃപ്തി വരുന്നില്ല. 2 മാസം കഴിഞ്ഞപ്പോ അവള് മഠത്തിൽ നിന്ന് ചാടി എന്ന് പറഞ്ഞാൽ മഠത്തിൽ നിന്ന് പുറത്തു വന്നു. അവള് വീട്ടിലേക്ക് വന്നു. അവൾക്ക് മനസ്സിന് തൃപ്തിയില്ല. ആ ജീവിതം പോരാ എന്ന് തോന്നുക. അതുകൊണ്ട് വീട്ടിൽ വന്നു. നാട്ടിൽ കഞ്ഞി കുടിക്കാവുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അന്ന്. ആ ചേട്ടനോട് അവൾ കാര്യം പറഞ്ഞു. ആ ചേട്ടന് അല്പം സാമ്പത്തിക ഭദ്രത അന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുറി തന്നെ ഇഷ്ടികയെ വെച്ച് അവൾക്കായി പണിതു കൊടുത്തു ആ വീട്ടിലെ. അങ്ങനെ അവൾക്കൊരു മുറി ഉണ്ടായി. ആ മുറിയിലാണ് അവൾ താമസം തുടങ്ങിയത്, വീട്ടിന്റെ മുറ്റത്ത് തന്നെ. അപ്പോഴേക്കും 1-2 പേരും കൂടി സ്ത്രീകൾ അവളെ കൂടെ അങ്ങനെ 3 പേരുടെ ഒരു സംഘം അവിടെ ആ വീടിന്റെ മുറ്റത്ത് ഈ അയൽവാസി ചേട്ടൻ പണിതു കൊടുത്ത മുറിയില് അങ്ങനെ അവള് കൂടി. അവളുടെ സന്യാസ ജീവിതം അങ്ങനെയാ ആരംഭിച്ചത്. ആ അവസരത്തിലാണ് പുത്തൻചിറ ഗ്രാമത്തിലെ വലിയ മാരകമായിട്ടുള്ളൊരു മസൂരി രോഗം പിടിപെട്ടത്. ഇന്ന് മസൂരി എന്ന് പറയുന്ന രോഗം കേരളത്തിലില്ല. ഇന്ന് വളരെ ലഘുവായിട്ടുള്ള അതിന്റെ ഒരു രോഗമാണ് ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. മസൂരി വളരെ മാരകമാണ്. ഇന്ന് അത് കേരളത്തിലില്ല, നിയന്ത്രണ വിധേയമാണ്. മസൂരി രോഗം പിടിപെട്ടാൽ ജീവനോടുകൂടി തന്നെ ആളുകളെ ശവദാനം ചെയ്യുന്ന രീതികള്, കുഴിച്ചിടുന്ന രീതികള് മാരകമാണത്. ആരും തിരിഞ്ഞു നോക്കാനില്ല. പായയിൽ ചുരുട്ടിക്കൂട്ടി പെട്ടി എടുത്തു കൊണ്ടുപോയി മദ്യവും കുടിച്ച് വിവരമില്ലാത്ത മനുഷ്യർ കൊണ്ടുപോയിട്ട് കുഴിയിൽ കൊണ്ടുതീർന്ന സ്ഥിതിവിശേഷം. മാരകമായ രോഗം ആകെ പുത്തൻചിറ ഗ്രാമത്തിൽ പടർന്നു പിടിച്ച കാലം. ഈ അവസരത്തിലുണ്ട് ഈ പെൺകുട്ടി ആ മുറിയിലല്ല കഴിച്ചു കൂട്ടിയത്. അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വീടുകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അത് ഇന്ന വീടെന്നൊന്നും അവൾക്ക് ഒരു ബാധ്യതയില്ല. ഏത് വീടായാലും അവൾ കയറി ഇറങ്ങാൻ തുടങ്ങി. പ്രത്യേകിച്ച് മസൂരി ബാധിച്ച് അങ്ങനെ ആരും നോക്കാനില്ലാതെ കിടക്കുന്ന ആ വീട്ടിലേക്ക് അവൾ കയറാൻ തുടങ്ങി. അവളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവർ ശുശ്രൂഷിക്കും. ഇന്ന് ലോകത്തിലെ എല്ലാം ഉണ്ട് മക്കളെ, പക്ഷേ സമയമില്ല. ആർക്കും ആരുടെയും കാത്തു നിൽക്കാൻ സമയമില്ല. ഈ പെൺകുട്ടിക്ക് സമയമുണ്ടാക്കി.
ആവശ്യത്തിന് ആളുകളെ ശുശ്രൂഷിക്കാൻ, അവിടെ കാത്തിരുന്ന് ശുശ്രൂഷിക്കാൻ തേവർപറമ്പിൽ കുഞ്ഞച്ചൻ കോട്ടയത്ത് പ്രാന്തങ്ങളിലെ, രാമപുരം പ്രാന്തങ്ങളിലെ വീടുകളിൽ കയറിയിറങ്ങി ശുശ്രൂഷ നടത്താൻ സമയം കണ്ടെത്തപ്പോലെ തന്നെ ഈ പെൺകുട്ടി, ഈ യുവതി സമയം കണ്ടെത്തി വേദനിക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ. അങ്ങനെ പലതും സമയം കഴിഞ്ഞു. ഇതിനു വേണ്ടി അവളുടെ ജീവിതം മുഴുവൻ അങ്ങോട്ട് ഒഴിഞ്ഞു വെച്ചു എന്ന് തന്നെ പറയാം. ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു പ്രേരണ, പെൺകുട്ടി അങ്ങോട്ട് ഇറങ്ങുക, വീട്ടിലേക്ക് അങ്ങോട്ട് പോകുക, ശുശ്രൂഷിക്കാൻ അങ്ങോട്ട് സമയം കണ്ടെത്തുക. ആരും കണകുണ നോട്ടല്ല. എക്സ്പ്രസ് വണ്ടി വരുമ്പോ ലോക്കൽ പിടിച്ചിടുന്ന മാതിരി തന്നെ തമ്പുരാന്റെ ഉള്ളിലുള്ള ആവേശം വരുമ്പോ ആർക്ക് എതിർക്കാൻ സാധിക്കും? 1914 അന്നാണ് വീണ്ടും യോഹന്നാൻ മേനാച്ചേരി മെത്രാൻ ഈ പെൺകുട്ടിയെ സന്ദർശിക്കാൻ ഇടവരുന്നു. യോഹന്നാൻ മെത്രാന് ബോധ്യമായി 1914 യോഹന്നാൻ മെത്രാൻ, ജോൺ മേനാച്ചേരി മെത്രാൻ പുത്തഞ്ചിറ ഇടവക ദേവാലയത്തിൽ ആഘോഷമായിട്ടുള്ളൊരു ദിവ്യബലി, ആ ബലിയിൽ മുഖ്യ കാർമ്മികനാണ് അദ്ദേഹം. ആ ബലിയിൽ വെച്ചാണ് ചരിത്രത്തിലാദ്യമായി തിരുക്കുടുംബ സഭയ്ക്ക് ആ സ്ഥാപനം എന്ന രീതിയിൽ പ്രഖ്യാപനം ചെയ്യുന്നത്. 1914 അത്. ആ സഭയുടെ ജനറാളമ്മ അധിപയായിട്ട് ഈ പെൺകുട്ടിയെ മെത്രാൻചൻ നിയമിക്കുകയും ചെയ്തു. ഇതാണ് ആ സന്യാസ സഭയുടെ തുടക്കം. ഇന്നുകൊണ്ട് ആ സന്യാസ സഭ കണ്ടു ഒരു ജീവിതത്തിന്റെ ആകെ കൂടി വെറുതെ ജീവിച്ചു തീർത്തതല്ല. എത്ര നാൾ ജീവിച്ചു എന്ന് നിങ്ങൾക്കറിയണോ? 50 കൊല്ലേ ആ പെൺകുട്ടി ജീവിച്ചുള്ളൂ. 50 കൊല്ലേ ജീവിച്ചുള്ളൂ. 1924 ജൂൺ മാസം 8-ാം തീയതി ആ പെൺകുട്ടി മരിച്ചു. ഇന്ന് ജൂൺ മാസം 8-ാം തീയതിയാണ്. ആ പെൺകുട്ടിയുടെ മരണത്തിന്റെ വാർഷികമാണത്. അതാണ് തിരുനാളായിട്ട് സഭ ആഘോഷിക്കുന്നത്. ഇവിടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മെ സംബന്ധിച്ച് കത്തോലിക്ക സഭ സുവിശേഷമായിട്ട് കൊണ്ടുവരുന്ന ആ സുവിശേഷ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു. യേശുവിന്റെ ജീവിതത്തിന്റെ വീക്ഷണം സമഗ്രമായ രീതിയിൽ, സമ്മിക്കായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഈ സുവിശേഷത്തിന്റെ തനിമ, അതിന്റെ ആർജവത്തോടു കൂടി ആ പെൺകുട്ടി അന്ന് ഉൾക്കൊണ്ട് കാണും എന്നുള്ളതല്ലേ സത്യം. ഈ സുവിശേഷത്തിന്റെ, യേശുവിന്റെ ജീവിത വീക്ഷണം, ഈ ജീവിത വീക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം. ഈ ജീവിത വീക്ഷണത്തിന് 3 ഭാഗങ്ങളുണ്ട് മക്കളെ. ഇറ്റ് ഈസ് ഫ്രം ഡെത്ത് കംസ് ലൈഫ്. യേശുവിന്റെ ജീവിത വീക്ഷണത്തിന്റെ ആദ്യ ഭാഗമാണത്. ജീവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെന്ന് വരികില് ആ വ്യക്തി മരിക്കാൻ വേണ്ടി തയ്യാറായിക്കോ എന്നാണ് യേശുവിന്റെ ജീവിത വീക്ഷണം ലോകത്തോട് പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രം ഡെത്ത് കംസ് ലൈഫ്. ആ വീക്ഷണത്തിന്റെ 2ാമത്തെ ഭാഗമാണ് ഇറ്റ് ഈസ് ബൈ സ്പെൻഡിങ് ലൈഫ് വി ക്യാൻ റിറ്റെയിൻ ഇറ്റ്. ഇറ്റ്സ് ഓൺലി ബൈ സ്പെൻഡിങ് ലൈഫ്. നമ്മുടെ ജീവിതം എന്തുമാത്രം വ്യയം ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ ആ ജീവിതം നമുക്ക് പിടിച്ച് നിർത്താൻ സാധിക്കുള്ളൂ. ഉപകാരപ്രദമായ രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത് സൂക്ഷിച്ചു വെച്ചാൽ ആ ജീവിതം ആർക്കും ഉപകാരമില്ലാത്ത വിധത്തിൽ നശിച്ചു പോകും. യേശുവിന്റെ ജീവിത വീക്ഷണത്തിന്റെ 2ാം ഭാഗമാണത്. 3ാമത്തെ ഭാഗമാണ് ഇറ്റ് ഈസ് ഫ്രം സർവീസ് കംസ് ഗ്രേറ്റ്നെസ്. ആളുകൾക്ക് മഹത്വം ഉണ്ടാകണം, ആളുകൾക്ക് വളരണം, ആളുകൾക്ക് ഉയരണം. ഇതൊക്കെ ആളുകളുടെ ആവശ്യമാണ്. പക്ഷെ ശുശ്രൂഷ മനോഭാവത്തിൽ നിന്നേ മഹത്വത്തിന്റെ വളർച്ചയിലേക്ക് മനുഷ്യന് ഉയരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യേശുവിന്റെ ജീവിത വീക്ഷണത്തിന്റെ 3ാമത്തെ ഭാഗം. ഇത് ഈ കുട്ടി എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ മനസ്സിലാക്കേണ്ട ആകത്തുകയായിരിക്കണം. അന്ന് ആ ഗ്രാമത്തിലുണ്ടായ മസൂരി പിടിപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആരെയും കൂട്ടാക്കാതെ തന്നെ ആ ഇറങ്ങി പുറപ്പെടാൻ ഇടവന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം വനവാസത്തിന് വേണ്ടി തനിച്ചു പോകാൻ വേണ്ടി മുതിർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം 150 രൂപ പത്രമേനി കിട്ടാൻ വേണ്ടിയിട്ട് കാലടി വരെ ആ പെൺകുട്ടി നടന്നു പോയത്.
കിട്ടിയില്ല, തിരിച്ചു വന്നു, കുത്തിയിരുന്നു ആ പെൺകുട്ടി. ഉള്ളിൽ കനലുണ്ടായി. ആ പെണ്ണിന്റെ ഉള്ളിൽ കനലായിരുന്നു, തീയ്. അത് കത്തുകയാണ്. നമ്മുടെ മനസ്സിലും തീയുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹം ഉണ്ടാകണം, എന്തിനെങ്കിലും വേണ്ടി ജീവിക്കണം. നമുക്ക് തീച്ചാരം വന്ന് കെട്ടുകളയരുത്. തീയുണ്ടാകണം, അഭിനിവേശങ്ങൾ ഉണ്ടാകണം, ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാകണം. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അലസമായിട്ടിരുന്നാൽ കാര്യം നടക്കില്ല. ഉത്സാഹത്തോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കണം. അതിന്റെ ഫലം നിശ്ചയമാണ് എന്ന് ഈ കന്യാസ്ത്രീ നമ്മളെ പഠിപ്പിക്കുക. മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പ് നമുക്ക് ഇവിടെ പ്രതിഷ്ഠിതമാണ്. അതുകൊണ്ടും കൂടിയാണ് മറിയം ത്രേസ്യയെ പറ്റി ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടും കൂടിയാണ് ഒരു തുണിക്കഷ്ണമൊക്കെ അവിടെ വിട്ട് ഒരു സ്വല്പം അലങ്കാരമായിട്ട് അതിനെ ഇന്ന് രൂപപ്പെടുത്താൻ ഇടവന്നത്. തിരുശേഷിപ്പ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഏറ്റവും മുകളിൽ അൽഫോൻസമ്മയുടെ തിരുശേഷിപ്പാണെങ്കിൽ വലത്തുവശത്ത് പടിഞ്ഞാറേ വശത്ത് ഉള്ളതാണ് മറിയം ത്രേസ്യ അമ്മയുടെ തിരുശേഷിപ്പ്. അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നടുക്ക് ചാവറ പിതാവിന്റെ തിരുശേഷിപ്പ്. മലയാളികൾ സ്വർഗത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രഖ്യാപിതമായിട്ടുള്ള മൂന്നാമത്തെ മലയാളിയാണ്. ഇന്ന് മലയാളികളുടെ നീണ്ട നിരയാണ്. മലയാളികൾ സ്വർഗത്തിൽ കുടിയേറ്റം തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നീണ്ട നിര. സ്വർഗത്തിലേക്കുള്ള കുടിയേറ്റം, മലബാറിലേക്കുള്ള കുടിയേറ്റമല്ല, മൂന്നാറിലേക്കുള്ള കുടിയേറ്റമല്ല, അമേരിക്കയിലേക്കുള്ള കുടിയേറ്റമല്ല. സ്വർഗത്തിലേക്കുള്ള കുടിയേറ്റം മലയാളികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ്. നമുക്കും കുടിയേറണം, സ്വർഗത്തിലേക്ക് കുടിയേറണം. ഇതിനു വേണ്ടിയുള്ള ശ്രദ്ധ, ഇതിനു വേണ്ടിയുള്ള ആശയം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ പെൺകുട്ടിയിൽ നിന്ന് അല്പെങ്കിലും നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചാൽ ഈ ദിവസത്തിന്റെ ധന്യത അത് നിറവേറ്റിയെന്ന് നമുക്ക് ആശ്വസിക്കാം.